ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്രയവേദ പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കമലത്തിനോട് മാഷ പറയാണ് കേട്ടോ വിക്രത്തിനെ കുറിച്ച്. ഇവൻ എന്ത് ഭാവിച്ചാണ്, എനിക്കൊരു സഹായമില്ല, മുടിക്കാനായിട്ടുണ്ടായ ഒരു പുത്രനാണ് അവൻ. അവനെ കൊണ്ട് എന്ത് ഉപകാരമാണ് എനിക്കുള്ളത്? നാട്ടിലും നാട്ടുകാർക്കും ആർക്കും അവനെ കൊണ്ടൊരു ഉപകാരമില്ല. അവന് ഇനി ഈ കുടുംബത്തിൽ നിന്ന് പച്ചവെള്ളം കൊടുത്തു പോകരുത്. തന്നെ അധ്വാനിച്ച് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കട്ടെ. അന്നത്തിൻ്റെ വില അറിഞ്ഞാലാണ് അവൻ ജീവിതം അവൻ്റെ മുന്നോട്ട് പോകുള്ളൂ. ഇനി മേലെ എന്നോട് ചോദിക്കേണ്ട, അവനൊന്നും കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് കമലത്തിനോട് മോശം ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ട് വേദ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേദ വന്നിട്ട് മാഷിനോട് പറയും, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. വിക്രം ഇങ്ങനെ ആയതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അച്ഛനാണ്. അച്ഛൻ അവനെ തല്ലി വളർത്തേണ്ട സമയത്ത് തല്ലി വളർത്താത്തത് കൊണ്ടാണ് അവനിങ്ങനെ ആയിപ്പോയെന്നൊക്കെ വേദ മാഷിനോട് പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് മാഷിനോട് എതിർത്തുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് കേട്ടോ നമ്മുടെ വിക്രം കയറി വരുന്നത്. വിക്രം നോക്കുമ്പോൾ അച്ഛൻ്റെ നേരെ കൈ ചൂണ്ടി നിൽക്കുന്ന വേദയാണ് കേട്ടോ കാണുന്നത്. അവ കാണുമ്പോൾ തന്നെ വിക്രത്തിന് ദേഷ്യം വരും. വിക്രം വേഗം ചെന്നിട്ട് കാര്യം എന്തെന്ന് പോലും അറിയാതെ നമ്മുടെ വേദനെ പിടിച്ച് തല്ലാനായിട്ട് കൈ ഓങ്ങുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.